നല്ല ആരോഗ്യത്തോടും എല്ലാ ഗുണത്തോടും കൂടി നിറയെ നമുക്ക് കായ്ഫലം കിട്ടാൻ ബയോ പൊട്ടാഷ് നമുക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ബയോ പൊട്ടാഷ് നമുക്ക് ഈ രൂപത്തിൽ കൊടുക്കാം. ഇപ്പൊ ജൈവ വളങ്ങൾ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ, അതുപോലെ പച്ചക്കറി കൃഷി, ഏത് തരം പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർച്ചക്കും അതുപോലെ കൂടുതൽ കായ്ഫലം കിട്ടാനും നല്ല സ്വാദോടും ഗുണത്തോടും കൂടിയിട്ട് നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ പൊട്ടാഷ് വളങ്ങൾ ധാരാളമായിട്ട് വേണം. അപ്പോൾ നമ്മൾ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാസരീതിയിൽ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കാം. കാരണം പൊട്ടാഷ് വളങ്ങൾ മാർക്കറ്റിൽ കിട്ടും. പൊട്ടാഷായിട്ടും കിട്ടും, NPK വളങ്ങളായിട്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ജൈവ വളങ്ങൾ മാത്രം കൊടുത്തു വരുന്നവർക്കും അതേപോലെ ബയോ പൊട്ടാഷ്, അതേപോലെ ജൈവ പൊട്ടാഷ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ബയോ പൊട്ടാഷ് എന്താണെന്നും ബയോ പൊട്ടാഷ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാസ കീടനാശിനിയും അതേപോലെ രാസവളങ്ങളും തെളിക്കാത്ത നമുക്ക് പച്ചക്കറി, ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീട്ടിൽ ആശിച്ചിട്ട് അടുക്കള കൃഷിയായിട്ടും അതേപോലെ അടുക്കളത്തോട്ടം, ടെറസിലെ കൃഷിയായിട്ടൊക്കെ നമ്മൾ പച്ചക്കറി, ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ രാസ രീതിയിലുള്ള കൃഷിയാണെങ്കിലും ജൈവ രീതിയിലുള്ള കൃഷിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും നല്ല ആരോഗ്യത്തോടും ഗുണത്തോടുമുള്ള സ്വാദോടുമുള്ള കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ പൊട്ടാഷ് വളം ചെടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ രാസ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ രാസരൂപത്തിലുള്ള പൊട്ടാഷ് വളങ്ങൾ വളക്കടയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചെടികൾക്ക് കറക്റ്റായിട്ട് പൊട്ടാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ പൊട്ടാഷ് ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബയോ പൊട്ടാഷ് നമുക്ക് രണ്ട് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഒന്ന് ബയോ പൊട്ടാഷ് വളം, ഗ്രാനൽ രൂപത്തിലുള്ള വളമായിട്ടും, രണ്ടാമത്തെ ബയോ പൊട്ടാഷ് ജീവാണു വളം എന്ന് പറഞ്ഞിട്ടും ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ബയോ പൊട്ടാഷ് ജീവാണുവളത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ബാക്ടീരിയ വളമാണ്. ഫ്യൂഡോമോണസ് പോലെ തന്നെ ഒരു ബാക്ടീരിയ വളമാണ്. അപ്പോൾ ഇതിന് എക്സ്പയറി ഡേറ്റ് 6 മാസം ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പൗഡർ രൂപത്തിലും കിട്ടും, അതേപോലെ ലിക്വിഡ് രൂപത്തിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ മണ്ണിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാഷൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല കിടക്കുന്നത്, അങ്ങിങ്ങായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ബയോ പൊട്ടാഷ് നമ്മൾ ജീവാണുവളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ടീരിയകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൊട്ടാഷുകളെല്ലാം ഏകീകരിച്ച് ചെടികൾക്ക്, വേരുകൾക്ക് വലിച്ചെടുക്കാനുള്ള പാകത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ നല്ല ആരോഗ്യത്തോടും അതേപോലെ സ്വാദോടും കൂടിയിട്ടുള്ള കായ്ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ബയോ പൊട്ടാഷ് ജീവാണുവളം നമ്മൾ കൊടുത്താലുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ബയോ പൊട്ടാഷ് വളം. അപ്പോൾ ഇത് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ബയോ പൊട്ടാഷ് ജീവാണു വളം കൊടുക്കേണ്ട ഒരു രീതി ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ വളം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബയോ പൊട്ടാഷ് നമുക്ക് ഈ രൂപത്തിൽ കൊടുക്കാം. ഇപ്പോൾ ജൈവ വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബയോ പൊട്ടാഷ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, ചുവട്ടിലിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ജൈവ വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം അങ്ങനത്തെ ജൈവ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അതുപോലെ എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സൂപ്പർ മീലാണ്. ഞാൻ ഈ സൂപ്പർ മീലിലാണ് ഈ ബയോ പൊട്ടാഷ്യം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അയച്ചാൽ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുങ്ങനെ നമുക്ക് മണ്ണ് ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു അളവൊന്നുമില്ല. ഞാൻ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതാ, ഒരു പ്ലാന്റിന് ഈ ഒരു ലെവലിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 വർഷമോ 2 വർഷമൊക്കെ പ്രായമായിട്ടുള്ള മാവാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 50 ഗ്രാം വരെയൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബയോ പൊട്ടാഷ് ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു രൂപം ഞാൻ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പക്ഷെ അതിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനൊന്നുമില്ല. ചെടികൾക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കുക, ആ മണ്ണൊന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയുള്ളൂ. മണ്ണിൽ ഈർപ്പുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബയോ പൊട്ടാഷ് ജീവാണുവളമാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ലിക്വിഡ് രൂപത്തിലുണ്ടാവും, അതേപോലെ പൗഡർ രൂപത്തിലും ഉണ്ടാവും. അപ്പോൾ പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ മണ്ണ് നീക്കിയതിൻ്റെ ശേഷം മണ്ണിൽ ഈർപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി കലക്കിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പച്ചച്ചാണകം കലക്കിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ ബയോ പൊട്ടാഷ് ആണെങ്കിൽ അതേപോലെ ബയോ പൊട്ടാഷ് ജീവാണുവളാണെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഇപ്പോൾ ബയോ പൊട്ടാഷ് ജീവാണുവളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളം ചെടികൾക്ക് കൊടുത്ത ടൈമിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ കുമ്മായിട്ട് വെച്ച ടൈമിലൊന്നും ഈ ബയോ പൊട്ടാഷ് ജീവാണുവളങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്